പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളെയും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ കമ്പനി ബോർഡിന്റെ ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. ഒഴിവുകൾ 1117 ആണ്. റാങ്ക് ലിസ്റ്റ് വന്ന് 2 മാസമായിട്ടും നിയമന ശുപാർശകളൊന്നും പോയിട്ടില്ല. വൈകുന്നു എന്നാണ് ഇതിന്റെ പരാതി എന്ന് പറയുന്നത്. അപ്പോൾ നിയമന ശുപാർശ ഉടനെ ഉണ്ടാകുമെന്ന് തന്നെയാണ് കേരള PSCയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന റെസ്പോൺസ്. രണ്ടാമത്തെ വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ OBC വിഭാഗത്തിൽ വന്നിട്ടുണ്ട് ആ പേരുമാറ്റത്തെ കുറിച്ചാണ്. സംസ്ഥാന പിന്നാക്ക വിഭാഗം കമ്മീഷന്റെ ശുപാർശ അംഗീകരിച്ചുകൊണ്ട് സംസ്ഥാന OBC പട്ടികയിൽ 67 ഇനത്തിൽപ്പെട്ട കുറച്ച് സമുദായങ്ങളുണ്ട്. അങ്ങനെ അവരുടെ പേരുകളൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു പേരുകളും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അതുപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ 3 ജില്ലകൾക്ക് കൂടിയിട്ടുള്ള നിയമന ശുപാർശകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത നമ്മുടെ വാർത്തയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ സിവിൽ പോലീസ് ഓഫീസർ, വിമൻ സിവിൽ പോലീസ് ഓഫീസറിന്റെ കോഴ്സിന്റെ ബാച്ചിന്റെ ലാസ്റ്റ് ടൈം അഡ്മിഷനിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി അഡ്മിഷൻ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, മാക്സിമം ഇന്ന് നാളെയൊക്കെ ആയിട്ട് തന്നെ മാക്സിമം ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ CPOയുടെയും WCPOയുടെയും ഒക്കെ ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കോഴ്സും അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രധാനപ്പെട്ട പോർഷൻസ്, അതുപോലെ തന്നെ എക്സാം അടുപ്പിച്ച് വരുമ്പോഴുള്ള മോഡൽ എക്സാംസ്, മോക്ക് ടെസ്റ്റുകൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ വർക്കൗട്ടുകളും കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ഗ്രൂപ്പിനകത്തായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എന്തായാലും ഇതിന്റെ പേയ്മെന്റ് ഫീ എന്ന് പറയുന്നത് 500 രൂപയാണ്. അപ്പോൾ 500 രൂപ നിങ്ങൾ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് 9961169272 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ പേയ്മെന്റ് ചെയ്യുക. അതേ നമ്പറിലേക്ക് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സാപ്പിൽ പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് കൂടി നിങ്ങളൊന്ന് ഷെയർ ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ ഇത് കോൾ എനേബിൾഡ് നമ്പർ അല്ല, പേയ്മെന്റിന്റെ മാത്രം നമ്പറാണ്. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ എന്ത് ചെയ്യുക, മാക്സിമം ഇന്ന് തന്നെ നമ്മുടെ പോലീസ് ബാച്ചിലേക്കും WCPO ബാച്ചിലേക്കും കൂടി ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ പേയ്മെന്റ് ഫീ എന്ന് പറയുന്നത് 500 രൂപയാണ്. അപ്പോൾ ഇത് ഈ ഒരു വൺ ടൈം പേയ്മെന്റ് ആണ്, ഒരു മാസത്തേക്കുള്ളതല്ല. കോഴ്സ് കംപ്ലീഷൻ വെച്ചാൽ പരീക്ഷ തലേ ദിവസം വരെ ഈ കോഴ്സ് അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വാർത്തയിലേക്ക് തന്നെ പോവാം. അടുത്ത വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്പൺ ഫോറത്തിനകത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ LGS തിരുവനന്തപുരത്തിലേക്ക് 33 നിയമന ശുപാർശകളൂടെ ഉടൻ വരാനായിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അർഹതാ നിർണയ പരീക്ഷ April 19 ലാബ് അസിസ്റ്റന്റിന്റെ ആണ്. അതുപോലെ തന്നെ LD ടൈപ്പിസ്റ്റിന്റെ പരീക്ഷകൾ വരാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഓവർസിയറിന്റെ ഗ്രേഡ് 3യുടെ സാധ്യതാ ലിസ്റ്റിലേക്ക് 1847 പേരാണ് വരാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അളവെടുപ്പ്, അത് നമ്മൾ ഇതിനകത്ത് പറയുന്നത് ജയിൽ വകുപ്പിലേക്കുള്ള ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ റീമെഷർമെന്റ് March 17 നടക്കുകയാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. നമ്മുടെ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി LGS മെയിൻസ് പരീക്ഷകളിൽ 6 ചോദ്യം ഒഴിവാക്കിയിട്ടുണ്ട്, 3 ഉത്തരം തിരുത്തിയെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ കോഡ് A അനുസരിച്ചുകൊണ്ട് 6 ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ചോദ്യക്കോഡ് A പ്രകാരം 41, 46, 49, 62, 83, 85 എന്നീ ചോദ്യങ്ങളാണ് അന്തിമ ഉത്തര സൂചികയിൽ ഒഴിവാക്കിയത്. ഇതോടുകൂടി പരീക്ഷയിൽ ആകെ മാർക്ക് എന്ന് പറയുന്നത് 94 ആയിട്ട് മാറി. 3 ചോദ്യത്തിന് പ്രാഥമിക ഉത്തര സൂചികയിൽ നൽകിയ ഉത്തരം തിരുത്തിയിട്ടുണ്ടെന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പരീക്ഷ ഇനി മുതൽ പരീക്ഷ ഇപ്പൊ ഈ പറയുന്ന കണക്കിനാണെന്നുണ്ടെങ്കിൽ 94 മാർക്കിനാണ് ഇപ്പോൾ നിലവിൽ പരീക്ഷ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ LPSCയുടെ നിയമന ശുപാർശ എത്ര പേർക്ക് എത്ര റാങ്ക് വരെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്ഡേറ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് LPSCയുടെ കാര്യമാണ് പറയുന്നത്. LPSC എറണാകുളം ജില്ലയിലെ സ്കൂൾ ടീച്ചർ റാങ്ക് ലിസ്റ്റിനകത്തുണ്ട്. റാങ്ക് നമ്പർ മെയിൻ ലിസ്റ്റിനകത്ത് 120 അടുപ്പിച്ചാണ് വന്നിട്ടുള്ളത്. ഈഴവ വിഭാഗമാണ്, നിയമന സാധ്യത ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ LDC കണ്ണൂരിന്റെ കാര്യം പറയുന്നുണ്ട്, അസിസ്റ്റന്റ് സർജന്റെ കാര്യവും പറയുന്നുണ്ട്. അതുപോലെ തന്നെ PSC ആഴ്ച നടത്തിയിട്ടുണ്ടായിരുന്ന പരീക്ഷകൾ, ഇന്റർവ്യൂകൾ, ബാക്കി കാര്യങ്ങളൊക്കെ ഈ ഒരു ലിസ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റാഫ് നേഴ്സ് ഉൾപ്പെടെയുള്ള 6 തസ്തികകളിലേക്ക് സാധ്യത ലിസ്റ്റ് വരാനായിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഫയർ വുമൺ ഉൾപ്പെടെയുള്ള 5 തസ്തികയുടെ ഷോർട്ട് ലിസ്റ്റുകൾ വരാനായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കേരള PSCയുടെ ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട PSC അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ LDC LGSന്റെ ക്ലാസ്സുകളും കോഴ്സും നടക്കുന്നുണ്ട്. ഡെയിലി സ്റ്റഡി മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഈ പറയുന്ന കോഴ്സ് ഗ്രൂപ്പിനകത്ത് അവൈലബിൾ ആണ്. LDC LGSന്റെ കമ്പൈൻഡ് കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 200 രൂപ മാത്രമേ പേയ്മെന്റ് ആയിട്ടുള്ളൂ. പേയ്മെന്റ് ചെയ്യേണ്ട നമ്പർ 9961169272. അതുപോലെ തന്നെ നമ്മുടെ CPOയുടെ കേസ് ഞാൻ ഒന്നുകൂടി പറയുകയാണ്. ഈ ആഴ്ച എന്ന് പറയുമ്പോൾ 2-3 ദിവസം കൂടി മാത്രമേ അഡ്മിഷൻ ഉണ്ടാകത്തുള്ളൂ. അതിനുശേഷം നമ്മൾ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനു മുന്നേ മാക്സിമം ആൾക്കാർ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പേയ്മെന്റ് ഫീ എന്ന് പറയുന്നത് 500 രൂപയാണ്. നമ്പർ കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കുക, 9961169272. ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ പേയ്മെന്റ് ചെയ്ത ശേഷം ഇതേ നമ്പറിലേക്ക് എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് അയച്ചേക്കുക. അപ്പോൾ എന്തായാലും ഇത്രയും PSC അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഈ ആഴ്ചത്തെ അപ്ഡേറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ PSC പഠിക്കുന്ന കൂട്ടുകാരിലേക്കും നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളും വീഡിയോസും ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ.
ടേക്ക് കെയർ.